നമസ്കാരം. സി പി എമ്മിനെ കുറിച്ച് എന്തെല്ലാമാണ് വാദവിവാദങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ സി പി എമ്മിനെ ഇസ്ലാമിസ്റ്റുകൾ പൂർണ്ണമായിട്ടും വിഴുങ്ങി എന്നതിൻ്റെ തെളിവായിട്ട് ജി സുധാകരനെ പോലുള്ള ജനകീയ മുഖങ്ങൾക്കെതിരെ ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങളെന്നാണ് ജിതിൻ ജേക്കബ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത്. ജി സുധാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പലതവണ ശ്രമിച്ചു എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായി. തിരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ കാരണം ഇസ്ലാമിക പ്രീണനമാണ് എന്ന് CPI-യിൽ തുറന്നു പറച്ചിൽ നടത്തി. മരുമകനെ അടുത്ത സുൽത്താനാക്കാൻ നോക്കുന്ന കാരണഭൂതൻ്റെ മുഖത്ത് നോക്കി അത് തുറന്നു പറയുവാൻ നട്ടലുള്ള ആരെങ്കിലും CPM-ൽ ഉണ്ടോ എന്ന് അറിയില്ല എന്നുകൂടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ അതൊന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ജിതിൻ ജേക്കബിൻ്റെ അതിങ്ങനെയാണ്: CPM-നെ ഇസ്ലാമിസ്റ്റുകൾ പൂർണ്ണമായും വിഴുങ്ങി എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് ജി സുധാകരനെ പോലുള്ള ജനകീയ മുഖങ്ങൾക്കെതിരെ ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങൾ എന്ന് പറയാം. ഇന്നലെ വന്ന കീടങ്ങൾ വരെ ജി സുധാകരനെ പോലുള്ള മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെ വിഷം തുപ്പുന്നു എന്നുള്ളതാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞതാണ് ഈ കാര്യം. കമ്മ്യൂണിസ്റ്റ് കോട്ടയായ ആലപ്പുഴയിലെ BJP-യുടെ മുന്നേറ്റം CPM അണികളുടെ പിന്തുണ കൊണ്ട് കൂടി ഉണ്ടായതാണ്. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളുടെയും നിയന്ത്രണം പകൽ CPM-ഉം രാത്രി താലിബാനികളും ആയവരുടെ കൈകളിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ഹിന്ദു പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും CPM-ആണ്. കേരള ജനസംഖ്യയുടെ ഏതാണ്ട് 25% വരുന്ന ഈഴവ സമൂഹമാണ് CPM-ൻ്റെ അടിത്തറ. ആ അടിത്തറയ്ക്കാണ് വലിയ ഇളക്കം പറ്റിയിരിക്കുന്നത് എന്നുള്ള കാര്യം CPM മറക്കരുത്. ശബരിമല വിഷയത്തിൽ സ്ത്രീകളെ ഏത് വിധേനയും മലകയറ്റിക്കാൻ വേണ്ടി പാർട്ടിയിലെ ഹിന്ദുക്കളെ തെരുവിലിറക്കിയവർ അവർ തന്നെ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ആഗോള ഇസ്ലാമിക തീവ്രവാദികൾക്ക് തെരുവിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനും പാർട്ടിയിലെ ഹിന്ദുക്കളെ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടാകും. മുൻ കനൽത്തരി MP-യുടെ മതപ്രസംഗം എല്ലാം കേട്ട് സഖാക്കളുടെ കണ്ണു തള്ളിപ്പോയി എന്നുള്ളത് മറന്നു പോകരുത്. വർഗീയ വിഷം പേറുന്ന കനൽത്തരിയെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുവാൻ പാർട്ടിക്കാർ തന്നെയാണ് മുന്നിട്ടിറങ്ങുന്നത്. അത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് എന്ന് മറന്നു പോകരുത്. BJP-ക്ക് ആലപ്പുഴയിൽ 3 ലക്ഷം വോട്ട് കിട്ടിയതിൻ്റെ പിന്നിലെ പ്രധാന കാരണവും ഇതൊക്കെ തന്നെയാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ജി സുധാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുവാൻ പലതവണ ശ്രമിച്ചു എന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടിയെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കി എന്ന ഘട്ടത്തിൽ അപ്പോഴാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്നത്. പാർട്ടി അണികൾ നൽകുന്ന മുന്നറിയിപ്പ് കൃത്യമാണ്: പാർട്ടി ഇനിയും ഇസ്ലാമിസ്റ്റുകൾക്ക് നിയന്ത്രിക്കാൻ വിട്ടുകൊടുത്താൽ വിപ്ലവ മണ്ണിൽ നിന്ന് പാർട്ടി അധികം വൈകാതെ തുടച്ചു നീക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് ആലപ്പുഴയിൽ ഇന്നുണ്ടാവില്ല. തിരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ കാരണം ഇസ്ലാമിക പ്രീണനമാണ് എന്ന് CPI തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മരുമകനെ അടുത്ത സുൽത്താനാക്കാൻ നോക്കുന്ന കാരണഭൂതൻ്റെ മുഖത്ത് നോക്കി അത് പറയുവാൻ നട്ടലുള്ള ആരെങ്കിലും ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. കേരളത്തിലെ 9 രാജ്യസഭാ സീറ്റുകളിൽ വെറും 2 മാത്രമാണ് ഭൂരിപക്ഷ വിഭാഗമായ ഹിന്ദുക്കൾക്കുള്ളത് എന്നതുകൊണ്ട് തന്നെ പാർട്ടി സംസ്ഥാന ഘടകത്തെയും നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് പറയേണ്ടതല്ലോ. എന്ന് ആലോചിച്ച് നോക്കുക ആരാണ്. ജി സുധാകരനെ പോലും വളഞ്ഞിട്ടാക്രമിക്കുന്ന ഇസ്ലാമിസ്റ്റുകളുടെ നിയന്ത്രണത്തിലുള്ള പാർട്ടിയിൽ വെറും അടിമകളായി ഇനിയും പ്രവർത്തകർ തുടരുമോ ഇല്ലയോ എന്നതാണ് ഇനി നമ്മൾ അറിയേണ്ടത് എന്നതാണ്. തിരഞ്ഞെടുപ്പ് ഫലം ഒരു സൂചന മാത്രമാണ് എന്നുള്ളത് ഓർക്കുക. പിന്നെ കനൽത്തരി 3-ാം സ്ഥാനത്താകാഞ്ഞത് കഷ്ടിച്ചാണ്. അതിൻ്റെ സങ്കടം പേർന്ന നിരവധി പാർട്ടിക്കാർ ആലപ്പുഴയിൽ ഉണ്ട് എന്നറിയുമ്പോഴാണ് പാർട്ടിയുടെ അടിത്തറ എത്രത്തോളം ഇളകി എന്ന് മനസ്സിലാക്കുക. ഇനിയും അത് മനസ്സിലാകാത്തവർ പാർട്ടിയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കന്മാരായിരിക്കുന്നവർ മാത്രമായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുക. ഇങ്ങനെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പറഞ്ഞു വെക്കുന്നത് വെറും വാക്കുകളല്ല എന്നുള്ള സൂചനകൾ കൂടി നൽകട്ടെ. CPM-നെ ഇസ്ലാമിസ്റ്റുകൾ പൂർണ്ണമായും വിഴുങ്ങി എന്ന് പറയപ്പെടുന്ന യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ് അവിടെ ഒരു പരാജയം സംഭവിച്ചത് എന്ന് ഇന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വലിയ സുനാമി 2019 നടന്നു. എന്ത് സുനാമിയായിരുന്നു അന്ന് നടന്നത്? UDF-ന് അനുകൂലമായിട്ടൊരു സുനാമി ഉണ്ടായിരുന്നു. 19 സീറ്റുകൾ കേരളത്തിൽ നിന്ന് വാരിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു സുനാമി. ആ സുനാമിയിൽ പോലും ഒരു ചെറുകനൽ തരിയായി ആലപ്പുഴ മാറിയിട്ടുണ്ടായിരുന്നു AN ആരിഫ്. പക്ഷേ അപ്പോൾ തകർന്നു പോയതെല്ലാം ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നതാണ്. അവിടെ വാരിക്കോരി നേടിയെടുത്തതെല്ലാം ഇന്ന് ഇവിടെ 2024 നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ആരെ പ്രീണിപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് ശരിയാണ്. 9 രാജ്യസഭാ സീറ്റുകളിൽ എത്ര എണ്ണമാണ് ഇവരുടെ കയ്യിലുള്ളത്? ഭൂരിപക്ഷ വിഭാഗത്തിന് കിട്ടുന്നത് എത്രയാണ്? ന്യൂനപക്ഷ വിഭാഗത്തിന് കിട്ടുന്നത് എത്രയാണ് എന്ന് ആലോചിച്ച് നോക്കുക. അത് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ തോന്നിയാൽ അത് പറയുന്നതിൽ തെറ്റില്ല എന്ന് പറയേണ്ടി വരും. കാരണം എല്ലാവരെയും പ്രീണിപ്പിച്ചു നിർത്തുക എന്നൊരു സമീപനം, ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിച്ചു നിർത്തിയത് കൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് എന്ന് CPI ഉറക്കെ പറയുമ്പോൾ തിരിച്ചൊരു വാക്ക് പറയാൻ CPM-ൻ്റെ വലിയേട്ടന് കഴിയുന്നുണ്ടോ? ഈ പിണറായി വിജയൻ ഒരു അക്ഷരം തിരിച്ചു ചോദിക്കുവാൻ കഴിയുന്നുണ്ടോ? CPM-ൻ്റെ സംസ്ഥാന സമിതി ഇപ്പോഴും വട്ടത്തിലിട്ട് പൊരിച്ചതാണ് ഈ CPM-ൻ്റെ ഈ നേതാവിനെ. ഇനി പൊരിക്കാൻ കിടക്കുന്നതേ ഉള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
പക്ഷേ ഇതൊന്നും കേട്ട് എത്ര കാലത്തോളം ഇങ്ങനെ പിടിച്ച് ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇങ്ങനെ പിടിച്ചിരിക്കാൻ കഴിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ ഇദ്ദേഹത്തെ പോലെ ഇത്രത്തോളം തൊലിക്കട്ടിയുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു മുഖ്യമന്ത്രി ഇനിയും ഒരുപാട് കാലം എത്രയൊക്കെ ഇത്തരത്തിലുള്ള പച്ചത്തറി കേട്ടാലും ഇതേപോലെ ഈ അധികാര കസേരയിൽ തൂങ്ങിയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ന്യൂനപക്ഷത്തെ പ്രീണിപ്പെടുത്തുകൊണ്ട് അല്ലെങ്കിൽ പ്രീണനം നടത്തിക്കൊണ്ട് ഈ സമൂഹത്തിൽ ഉയരാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റുപറ്റിയെന്നുള്ളതാണ്. ഇവിടെ ഒരു കണക്ക് പറയുന്നത് പോലെ കേരളത്തിലൊരു 25% വരുന്ന ഈഴവ സമൂഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് ആലപ്പുഴയിൽ ലഭിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. അവിടെ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ 2,99,000-ത്തിലധികം, അതായത് 3 ലക്ഷത്തോളം വോട്ടുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, പിടിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ അത് ആരുടെ വോട്ടുകളാണ് എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ തൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് അരിച്ചിറങ്ങിപ്പോവുകയാണ് അല്ലെങ്കിൽ ഒലിച്ചു പോവുകയാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ശേഷി പോലുമില്ലാത്തൊരു പ്രസ്ഥാനമായി CPM മാറിയിട്ടുണ്ട് എങ്കിൽ ഇനി അധികകാലമില്ല ഈ പാർട്ടി ഈ കടലിൽ ഒലിച്ചു പോകാൻ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നതിൻ്റെ ദുസ്സൂചനകളാണ് ഇത്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് എന്ന് ഓർക്കുക. ഇതിൽ നിന്ന് തിരുത്തലുകൾ ഉണ്ടായില്ല എങ്കിൽ CPM ചരിത്രത്തിൻ്റെ ഭാഗമാണ്.